പഴമയുടെ കൈപ്പുണ്യം കാത്തുസൂക്ഷിക്കുന്ന ഈ ബാച്ചിലർ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു രഹസ്യ യാത്രയിലാണ്. പ്രാചീന രാജകുടുംബത്തിന്റെ രുചിയുടെ രഹസ്യം തേടിയുള്ള യാത്ര. കഥ പറയുന്നത് കേരളത്തിലൊരു പ്രാചീന രാജവംശത്തിന്റെ അടുക്കളയിൽ നിന്നും ഒരു രഹസ്യ പാചകക്കുറിപ്പ് എങ്ങനെ എന്റെ അടുക്കളയിലേക്ക് എത്തിയതിനെ കുറിച്ചാണ്. ഇന്ന് ആ രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതെ, രാജകീയ ചിക്കൻ കറി. രുചിയുടെ അരമനയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ സൈന്യത്തെ സജ്ജമാക്കണം. നമ്മുടെ സൈന്യം എന്ന് വെച്ചാൽ തടിച്ച് നല്ല വൃത്താകൃതിയിലുള്ള ഉള്ളി കാവലാൾ, ചുവന്ന തക്കാളി യോദ്ധാക്കൾ, വെളുത്ത തൈരിന്റെ പ്രഭുക്കൾ, കത്തി നിൽക്കുന്ന പച്ചമുളകുന്ന സേനാനി, ഇഞ്ചിയും വെളുത്തുള്ളിയും എന്ന രഹസ്യചാരന്മാർ, കറിവേപ്പിലയുടെ സുഗന്ധ സന്ദേശവാഹകർ, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നീ മന്ത്രവാദികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നീ മായാവികൾ. അത് യുദ്ധം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കൾ. ആദ്യം ചട്ടി എന്ന യുദ്ധകളത്തിലേക്ക് എണ്ണ അഗ്നിയായി ജ്വലിക്കും. അതിലേക്ക് കുറച്ച് കടുകിന്റെ ഒപ്പം നമ്മുടെ ഉള്ളി എന്ന കാവലാൽ ചാടി വീഴും. അവരുടെ ശരീരം സ്വർണ്ണ നിറമാകും തോറും പോരാടും. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മുഴമാണ്. അവരുടെ സുഗന്ധം യുദ്ധക്കളം മുഴുവൻ പരത്തിക്കൊണ്ട് അവർ പ്രവേശിക്കും. പിന്നെ പച്ചമുളകുന്ന സേനാനി തന്റെ വരവും അറിയിക്കും. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിൽ എന്ന സന്ദേശവാഹകർ പുരാതന ദേവന്മാരുടെ സന്ദേശം കൊണ്ടുവരും. നമ്മളുടെ കഥയിൽ പറയുന്ന പോലെ കറിവേപ്പില തളരുകൾ പച്ച ചക്രവാകങ്ങൾ പോലെ നൃത്തമാണ്. തുടർന്ന് തക്കാളി എന്ന യോദ്ധാക്കളുടെ ഒഴിമാണ്. അവർ ചട്ടിയിൽ അലിഞ്ഞ് ചുവന്ന രാജകീയ വസ്ത്രം പോലെ പരക്കും. അതിനൊപ്പം നമ്മുടെ മന്ത്രവാദികളുടെ സമയം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിങ്ങനെ ഓരോന്നും സ്വന്തം മന്ത്രങ്ങൾ പെറുപുറത്തുകൊണ്ട് അഗ്നിയിലേക്ക് ചാടും. അവരുടെ സമ്മിശ്രമായ സുഗന്ധം നമ്മുടെ അടുക്കള മുഴുവൻ പരക്കും. ഈ മന്ത്രവാദികൾ ചേർന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സുഗന്ധ സംസ്കാരം സൃഷ്ടിച്ചത്. പിന്നെ യുദ്ധക്കളത്തിലേക്ക് എത്തിയത് കോഴിയുടെ മാംസകഷ്ണങ്ങളാണ്. ഇവരാണ് നമ്മുടെ കഥയിലെ നായകർ. കോഴി കഷ്ണങ്ങൾ മസാലകളിൽ കുളിച്ച് തങ്ങളുടെ പ്രഭാവലയം കാട്ടിത്തുടങ്ങും. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ തൈര് എന്ന പ്രഭുക്കൾ വെളുത്ത മൃദുമായ യുദ്ധക്കളത്തിലെ ചൂടിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. അവസാനമായി രാജ്യത്തിന്റെ പച്ചപ്പിനെ പ്രതിനിധീകരിച്ച് കൊത്തമല്ലിയിലകൾ മുകളിൽ വിതറി അഹങ്കാരത്തോടെ നമുക്ക് വിളിച്ചോതാം. ഇതാണ് കാലങ്ങൾ കൈമാറപ്പെട്ട രാജകീയ ചിക്കൻ കറി. ഭൂതകാലത്തിന്റെ രുചികളും നമ്മുടെ പൂർവികരുടെ സ്നേഹവും ഈ കറിയിൽ ലയിച്ചിരിക്കുന്നു. ഈ രുചികരമായ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. അടുത്ത യാത്രയിൽ കാണാം. അപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യ രുചികളിലേക്ക് പ്രവേശിക്കും. കഥ ഇതോടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.